മംഗളമാംഗല്യം മംഗസുമംഗലിക താലി ഇറ്റേണൽ വെഡിങ് കളക്ഷൻസ് ബൈ ചുങ്കത് ജ്വല്ലറി. മനസ്സ് നിറയെ മാംഗല്യം മനസ്സ് നിറയെ വാത്സല്യം മനസ്സിലുണ്ടൊരു മന്ത്രകോടി മനം ബ്യൂട്ടിഫുൾ. വിവാഹം കാലങ്ങളായി ഞാൻ കണ്ട സ്വപ്നം. ശരിക്കും ഞാനൊരു രാജകുമാരിയെ പോലെ അന്ന് എന്നെ നോക്കി എല്ലാരും പറയും ബ്യൂട്ടിഫുൾ. മനസ്സിലുള്ളത് മെട്രോയിലുണ്ട്. ഇപ്പോൾ 50,000 സ്ക്വയർ ഫീറ്റിൽ മെട്രോ വെഡിംഗ് പ്ലാസ അങ്കമാലി. കേരളത്തിന്റെ വിഷൻ എക്സ്പെർട്ട് ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസിന്റെ 9ാമത് ഷോറൂം ഇനി അങ്കമാലിയിലും. 50 ദിവസം നീണ്ടു നിൽക്കുന്ന ഇനോഗ്രൽ ഓഫറുകൾ. ഒരു കണ്ണട വാങ്ങുമ്പോൾ മറ്റൊന്ന് സൗജന്യം. തിരഞ്ഞെടുക്കുവാൻ 100-ലധികം ഇന്റർനാഷണൽ ബ്രാൻഡുകൾ. കേരളത്തിൽ ആദ്യമായി ജർമ്മൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടെക്നോളജിയുടെ സഹായത്തോടെ ഹൈടെക് ഐ ടെസ്റ്റിംഗ് ഫെസിലിറ്റി. വിദേശ നിർമ്മിത കണ്ണടകൾ 250 രൂപ മുതൽ 1 വർഷത്തെ വാറന്റിയോടെ. ഇനി കണ്ണു തുറക്കാം കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക്. ഇടിമണ്ണിക്കൽ എഡ്ജ് ഓപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റൽ, അങ്കമാലി. ഇടശ്ശേരി ജ്വല്ലറി, കാലടി. ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ലൈറ്റ് വെയ്റ്റ് 916 സ്വർണ്ണാഭരണങ്ങൾ ലഭിക്കുന്ന കാലടിയിലെ ജനപ്രിയ ജ്വല്ലറി ഇടശ്ശേരി ജ്വല്ലറി, കാലടി. വനാതിർത്തികൾ കാട്ടുമൃഗ ഭീതിയിൽ അമരുമ്പോൾ നാട്ടിൻപുറങ്ങളിൽ തെരുവുനായ്ക്കളുടെ വിളയാട്ടം. തെരുവുനായ്ക്കളെ ഷെൽട്ടറിൽ അടയ്ക്കൂ, ജനങ്ങളെ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം ഉയർത്തി അങ്കമാലി ഡിസ്റ്റിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. തെരുവുനായ്ക്കളുടെ ശല്യം മൂലം ജനം പൊറുതിമുട്ടിയ സാഹചര്യത്തിലാണ് ബോധവൽക്കരണവുമായി യുവതലമുറ രംഗത്തിറങ്ങുന്നത്. ഓരോ വർഷവും 100 കണക്കിന് പേരാണ് കേരളത്തിൽ തെരുവുനായ്ക്കളുടെ ആക്രമണങ്ങളിൽ കൊല്ലപ്പെടുന്നത്. ഇവരിൽ ചെറിയ കുട്ടികളും വയോധികരുമാണ് ഏറെയും. മനുഷ്യജീവനേക്കാൾ വലുതായി തെരുവുനായ്ക്കളെ കാണുന്ന നിയമ സംവിധാനമാണ് കേരളത്തിൽ നിലനിൽക്കുന്നത് എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. തെരുവുനായ വിമുക്ത കേരളം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് അങ്കമാലി ഡീപോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിലെ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചത്. പത്മശ്രീ ഡോക്ടർ ടോണി ഫെർണാണ്ടസ് കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു. അതുപോലെ ഇന്ത്യ പത്രത്തെ വായിച്ചു കേരളത്തിൽ പലരെയും കഴിച്ചു. അത് പിന്നെ വിഷമുള്ള നായായിരിക്കും, അതിനെ പിടിച്ചിട്ടില്ല, അതിങ്ങനെ കഴിച്ചോണ്ടിരിക്കും. അപ്പൊ ഇതിന് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത് ഇവരെ കൊല്ലരുതെന്ന്. മനുഷ്യനെ കൊല്ലാനും കൊന്നാലും ഇവരെ കൊല്ലരുത്. അപ്പോൾ പലരും ചോദിക്കുന്നുണ്ട്, ആടിനെയും പശുവിനെയും കോഴികളെയൊക്കെ കൊല്ലുന്നത് തെറ്റല്ലേ? പക്ഷെ തെരുവുനായ്ക്കളെ കൊല്ലാൻ പാടില്ല. ഈ ആനയും ഇതൊക്കെ വന്നത് ഇന്നലെ ഞാൻ വായിക്കാൻ ഞാൻ കേൾക്കായിരുന്നു. കൊച്ചുകുട്ടി കരഞ്ഞുകൊണ്ട് പറയുന്ന ആ ചരിത്രം വെച്ചാൽ പറയായിരുന്നു. നമുക്കേ കരുത്തുള്ളൂ. ആ പിതാവിനെ ഓടിച്ചിട്ട് ഒരു ആന കൊല്ലുന്നത്. ആന ഇതുവരെ കിട്ടിയിട്ടില്ല. അപ്പൊ ഇതിനൊക്കെ ഒരു ഗവൺമെന്റും സ്വയം മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുകളെല്ലാം ഇതിനെ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കും. തെരുവുനായ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ മോചിപ്പിക്കാൻ മറ്റൊരു വിമോചന സമരം ആവശ്യമായി വന്നിരിക്കുകയാണെന്ന് ഡോക്ടർ ടോണി ഫെർണാണ്ടസ് പറഞ്ഞു. ഡിസ്ട്രിക്ട് പ്രിൻസിപ്പൽ ഫാദർ ഡോക്ടർ ജോണി ചാക്കോ മംഗലത്ത് അധ്യക്ഷനായിരുന്നു. ജനസേവ തെരുവുനായ വിമുക്ത കേരളം സംഘം ചെയർമാൻ ജോസ്മ വേലി മുഖ്യപ്രഭാഷണം നടത്തി. നിങ്ങളെല്ലാവരും രംഗത്ത് വരണം. നിങ്ങളൊരു മാതൃക കാണിക്കുക മറ്റു കോളേജുകളിലേക്ക്. അതിനൊരു മൂവ്മെന്റ് ഇതൊരു മൂവ്മെന്റ് ആവണം. വലിയ ശബ്ദമല്ലോ. അപ്പൊ ഒരു വിമോചന സമരം പോലെ വരണം. നിങ്ങളൊരു ഗൗരവം മനസ്സിലാക്കിയ ഈ കഴിഞ്ഞ ഒരു 3 മാസം മുമ്പ് പത്തനംതിട്ടയിലെ ഒരു കൊച്ച് 12 വയസ്സുള്ള ഒരു കൊച്ച് 7ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടി പാവപ്പെട്ട വീട്ടിൽ വെച്ചാണ് ആ കൊച്ച് പാല് കഴിക്കാൻ അടുത്ത വീട്ടിലാണ് പോയി തിരിച്ചു വന്നപ്പോ പട്ടി കടിച്ചു. രണ്ടാമത് നിങ്ങൾ വാർത്ത വായിച്ചിട്ടുണ്ടോ? ആ കൊച്ചിനെ ആകെ പട്ടി കടിച്ചതായ അവസ്ഥയായി. പിന്നീട് ആ കൊച്ചിന് ആ പട്ടിയെ കണ്ടുപിടിച്ച് പട്ടിയെ ടെസ്റ്റ് ചെയ്യുമ്പോൾ പട്ടിക്ക് പേവിഷമുണ്ട്. എന്നിട്ട് ഈ കൊച്ചിന് പേവിഷബാധയ്ക്കുള്ള മരുന്നുകൾ കുത്തിവെച്ചു. ഒരു വലിയ സങ്കടം ഉണ്ടായത് ആ പേവിഷബാധ മരുന്ന് പോലും കൊച്ചിനെ ഏറ്റില്ല. ആ കൊച്ച് മരണപ്പെട്ടു. അത് വലിയ സങ്കട വാർത്തയല്ലേ അത്? 12 വയസ്സുള്ള കൊച്ച് പേവിടിച്ച് മരിക്കുന്നു ആലോചിക്കുക ഈ ആധുനിക ലോകത്ത്.
സംഘം ഭാരവാഹികളായ സാജു ചാക്കോ, എൻ വി സേവ്യർ, ഡിസ്റ്റ് വൈസ് പ്രിൻസിപ്പൽ ഫാദർ മാത്യു മാളിയേക്കൽ, NSS കോർഡിനേറ്റർ അശ്വിൻ മാത്യു, വിദ്യാർത്ഥി പ്രതിനിധി GS ഗ്രീഷ്മ എന്നിവർ പ്രസംഗിച്ചു. ഡിസ്റ്റ് NSS യൂണിറ്റ് അംഗങ്ങളായ 300ഓളം വിദ്യാർത്ഥികൾ കൂട്ടായ്മയിൽ പങ്കെടുത്തു. എല്ലാത്തരം അഴുക്കിനെയും തുടച്ചുമാറ്റി സുഗന്ധം പരത്താൻ ഇനി എന്നെന്നും ഓർമ്മ പെർഫ്യൂംഡ് ക്ലീനിംഗ് ലിക്വിഡ്. വീടെന്നും സ്വർഗമാക്കാൻ ഓർമ്മ പ്രോഡക്ട്സ്. വാവ്, എലഗന്റ് ഡിസൈൻ. ട്രഡീഷണലാ? ഇതൊക്കെ എന്റെ അമ്മയുടെ ആഭരണങ്ങളാ. പാരമ്പര്യത്തോളം വരില്ലല്ലോ പുതിയ ഡിസൈൻ. പാരമ്പര്യവും പുതിയ ഡിസൈനും ഒരുമിച്ച് വന്നാലോ? ഇംപോസിബിൾ. യാ, പോസിബിൾ. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇതെവിടുന്നാ? നമ്മുടെ MV ചാക്കോ ജ്വല്ലറിന്ന്. 70 വർഷത്തെ പാരമ്പര്യല്ലേ? MV ചാക്കോ ജുവല്ലേഴ്സ്, അങ്കമാലി.